ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിൽ കുറേയധികം പേര് സപ്പോർട്ടായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് അനാസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഇവൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് എനിക്ക് നേപ്പാളിൽ സമരമൊക്കെ നടന്ന സമയത്ത് അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോലീസുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് എനിക്കിതിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു ആക്സിഡൻറ്റ് പോലെ പറ്റി. ഞാനിങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ തെന്നി വീണിട്ട് എനിക്ക് വയ്യാതെ ഇരിക്കുക എന്നുള്ള രീതിയിലും ഇല്ലായിരുന്നെങ്കിൽ ഇത് കണക്ക് പോയി പങ്കെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഇനി കുറേയധികം പഞ്ചാബീസൊക്കെ വന്നിട്ട് അവരുടെ കയ്യിലുള്ള ആയുധമൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇന്നലെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇത് കണക്ക് അവിടെ ചെന്ന് പാർലമെൻറ്റൊക്കെ അടിച്ച് തകർക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കത്തിക്കുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര പ്രശ്നമാകാൻ പോവുകയാണ്, എല്ലാവരും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായത്. ഇങ്ങനെയൊക്കെ ഇവൻ സംസാരിക്കുന്നു, ഇവൻ്റെ യഥാർത്ഥ തനി സ്വഭാവം ഇപ്പോഴാണ് പുറത്ത് വന്നതെന്ന് പറഞ്ഞിട്ട് ഇവനെതിരെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ കുറേയധികം പേര് കംപ്ലയിൻറ്റ് വരെ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവ ഒരു വീഡിയോ ഇട്ട് എൻ്റെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെ ചെയ്തത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, ഞാനുണ്ടെങ്കിൽ ആ ഒരു പറഞ്ഞതിനോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്, എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റിലും അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു അനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും അനാസിനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും പോസ്റ്റും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്.